ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളാലേ. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പ്രശ്നം ഡ്രൈവിംഗ് ലൈസൻസും കാറൊന്നും ഇല്ലാത്തതാണ്. ഇവിടെ നമ്മൾ ദുബായിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ ഉണ്ടായാലേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ പിടിച്ചെത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടേക്കെങ്കിലും എത്തുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് മിനിമം എനിക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു ടൈം. അപ്പം ഞാൻ എൻ്റെ ബാക്കിലത്തെ ഫ്ലാറ്റിൽ നിന്ന് എനിക്കൊരു കപ്പിൾസിന് കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ പോകാൻ ഇവർ സഹായിക്കും. സോ അവരുടെ കാറിൽ കയറി ഇന്ന് ദേ ഞാൻ വന്നേക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിലേക്കാണ്. നമ്മുടെ ജബൽ അലിയിലുള്ളതാണ്. എനിക്ക് വലിയധികം ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ വന്നത് എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു. സംഭവം കൊള്ളാം. ഒരു ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. ഞങ്ങൾ എത്തിയത് കുറച്ച് നേരം വൈകിയതുകൊണ്ട് ബൈബിൾ വായനയായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനി ഇവിടെ കണ്ടതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ അവിടെ ഓൾട്ടർ ബോയ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഓൾട്ടർ ഗേൾസും ഉണ്ട്. പിന്നെ കുറേ ഡിഫറൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെന്താ, അത് കഴിഞ്ഞപ്പോൾ ഒരു റോസറി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അറിഞ്ഞില്ലടാ, ഇതൊരു ഫ്ലാറ്റിൽ കുറേ കപ്പിൾസ് മാത്രമുള്ളതാ. കപ്പിൾസ് മാത്രമല്ല, ഫുൾ ഫാമിലി. അതായത് ഒരു 6 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരുന്നു മെയിൻ. അപ്പോൾ കൊന്തയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബേബീനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പി. പിന്നെ ഒരു ഫാമിലി ഇവിടെ നിന്ന് മാറി അജ്മാനിലേക്ക് സംതിങ് പോകുന്നതുകൊണ്ട് അവിടെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. അപ്പം കേക്കും കിട്ടി. അവർക്ക് നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബിരിയാണിയും കിട്ടി. കൊള്ളാം. ഈ പരിപാടി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കപ്പിൾസും കിഡ്സും മാത്രമേ ഉള്ളൂ. അത് കാരണം ബാച്ചിലറായി ഞാനിപ്പോൾ തൽക്കാലം ഒരു കിഡ് സെഷനിലാണ് പെടുന്നത്. എന്തായാലും സ്ഥാനക്കയറ്റം കിട്ടുമായിരിക്കും അല്ലേ. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ ബൈ. അങ്ങനെ ലെഫ്റ്റ് ഓവറും കിട്ടി. ഞാൻ ദേ വീട്ടിലേക്ക് മടങ്ങുന്നു.